നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. കയ്യിലൊരു മൊബൈലുള്ളവരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നവജാത ശിശുക്കളുടെ ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ക്ഷമയൊക്കെ വേണം. കുറച്ച് ക്ഷമ പോരാ, നല്ല ക്ഷമയൊക്കെ വേണം. കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയും അവരുടെ ഒരു മൂഡ് അനുസരിച്ചൊക്കെ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നവജാത ശിശുക്കളുടെ ഫോട്ടോ മാത്രം എടുക്കുന്ന ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു വനിതയാണ്, കൊടുവള്ളി സ്വദേശി റിൻഷ റഫി. സ്വന്തം മകളുടെ പിറവിയോടെയാണ് റിൻഷ എന്ന ഫോട്ടോഗ്രാഫറുടെയും ജനനം. മകളുടെ ഫോട്ടോ എടുത്തപ്പോൾ ലഭിച്ച പിന്തുണയായിരുന്നു കാരണം. ഞാൻ എൻ്റെ മോളുടെ ഫോട്ടോസ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മോൾ ജനിച്ചതിന് ശേഷം അവളെ ഫോട്ടോസ് ഓരോ ടൈമിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഫ്രണ്ട്സൊക്കെ കാണുമ്പം ആരെടുത്ത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നത്. എന്തുകൊണ്ട് എനിക്ക് തുടങ്ങിക്കൂടാ, ഇങ്ങനെ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളത് പറയുമ്പോൾ ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തുടങ്ങിയത്. എനിക്ക് ഫോട്ടോഗ്രാഫി അറിയില്ലായിരുന്നു. പക്ഷെ അതിന് തന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേബി മോളെ കമഴ്ത്തിക്കിടത്തിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ ആരും അങ്ങനെ കമഴ്ത്തിക്കിടത്തിയിട്ടൊന്നും, ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വീഡിയോസൊക്കെ പണ്ടേ കാണാറുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് നടക്കുന്നുള്ളത് ഞാൻ അന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ബേബി ഉണ്ടായപ്പം അവളെ ഞാൻ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അത് കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ബേബീസ് പെട്ടെന്ന് അവർക്കുള്ള ചേഞ്ചസ് പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ കുറച്ച് മുന്നുള്ള ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അപ്പം ഈ ഒരു ജോബ് എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒന്നാണ്. ബേബീസിനെ നമ്മൾ കാണുക, അപ്പം ആ ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുക പാരൻസിലേക്ക്. ന്യൂ പാരൻസ് ആകുമ്പം അവർക്ക് ഭയങ്കര അഡോറബിളായിട്ട് നമ്മളങ്ങനെ റാപ്പ് ചെയ്തിട്ട് വെക്കുമ്പം ഇവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നീട് അതെടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് വെച്ചാൽ വേറെ വലുത് തന്നെയാണ്. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് MSc ഫാഷൻ ടെക്നോളജി. അതിലൊന്നും പെടാത്ത ഒരു ഫീൽഡിലേക്കാണ് എത്തിപ്പെട്ടത്. പിന്നെ സെൽഫ് ടോട്ടായിട്ടാണ് യൂട്യൂബിലും വീഡിയോസും കാര്യങ്ങളും കാണുമായിരുന്നു. പിന്നെ കുറച്ച് ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വീഡിയോസ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുടേത് ബൈ ചെയ്തിട്ട് അത് നോക്കിയിട്ട് പഠിക്കും. പിന്നീട് റിൻഷ ഇതൊരു പ്രൊഫഷനാക്കി. കുഞ്ഞുങ്ങളുടെ വസ്ത്രം, കുട്ടകൾ, ടർക്കി, ഫോട്ടോ മനോഹരമാക്കാനുള്ള മറ്റു പശ്ചാത്തലം തുടങ്ങിയവയെല്ലാം ഒരുക്കി. വീട്ടിൽ തന്നെ ചെറിയൊരു സ്റ്റുഡിയോ സൗകര്യവും. മോളെ ഫോട്ടോസ് എടുത്ത് പിന്നെ ഫോണിൽ തന്നെ എടുക്കാൻ തുടങ്ങിയപ്പം എനിക്ക് എന്തുകൊണ്ടൊരു ക്യാമറ വാങ്ങിക്കൂടാന്നുള്ളൊരു വന്നു. അപ്പോൾ ഒരു ബിഗിനർ ക്യാമറ വാങ്ങിച്ചു. പിന്നെ അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കുറച്ച് ഫ്രണ്ട്സിൻ്റെ ബേബീസിനെയും കസിൻസിൻ്റെ ബേബീസിനെയൊക്കെ ആദ്യം പോയിട്ട് എടുത്തു. വെറുതെ പോയിട്ട് എടുത്ത് പഠിച്ചു. സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ട് ഒരു 6 months ആയിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ആൾക്കാർ എങ്ങനെ ഈ ഒരു കൺസെപ്റ്റിനെ എടുക്കുമെന്ന് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ ന്യൂബോൺ ഫോട്ടോഗ്രാഫി ഒന്ന് ട്രൈ ചെയ്തതാണ്. എല്ലാവർക്കും ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറ്റുമോ, എങ്ങനെയായിരിക്കും എല്ലാവരും എടുക്കുക. മുതിർന്നവരുണ്ടാവുമ്പം അവർക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും ന്യൂബോണിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ. പിന്നെ ഈ ഒരു ട്രെൻഡ് ആയി വന്നു, നമ്മുടെ നാട്ടിലേക്ക് ആയിട്ട് വന്നു. ഇതിനെ പ്രൊഫഷനാക്കി മാറ്റാൻ തോന്നിയപ്പോൾ തന്നെ ഞാൻ ക്യാമറയാണ് ചേഞ്ച് ചെയ്തത്. ഒരു പക്ക പ്രൊഫഷണൽ ലെവലിലേക്കുള്ളൊരു ക്യാമറയും ലെൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നീട് ലൈറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിന്നു. പിന്നെ എല്ലാം സെൽഫ് ടോട്ട് ആയതുകൊണ്ട് എനിക്ക് ഓരോന്നും പഠിക്കാൻ ടൈമിങ് വേണ്ടിയിരുന്നു. ബേബിയുടെ പ്രോപ്സും കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിക്കാറ്. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്, ന്യൂബോൺ ഫോട്ടോഗ്രാഫി പ്രോപ്സ് മാത്രം സെൽ ചെയ്യുന്ന സ്റ്റോഴ്സ് ഉണ്ട്. അപ്പം അവിടുന്ന് എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കും, അവരുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ചെറിയ ജോലിയല്ല കുഞ്ഞുങ്ങളെ ഇണക്കി ഫോട്ടോ എടുക്കൽ. അതിന് ചില പൊടിക്കൈകളുണ്ട് ഈ 25-കാരിയുടെ പക്കൽ. ആദ്യത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ബേബിനെ ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ വിചാരിക്കുന്ന പോലെ അവർ ഉറങ്ങിത്തരില്ലായിരുന്നു. പിന്നീട് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ എന്ന് പറയാം, ഇപ്പോൾ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനും അവരെ കാം ഡൗൺ ചെയ്യാനും കഴിയുന്നുണ്ട്.
ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഒന്ന് ഹാൻഡ് സെറ്റിൽ ഡൗൺ ആവും. എനിക്ക് ഓരോ ബേബീസിനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മോളെ മുഖമാണ് ഓർമ്മ വരിക. പിന്നെ അതേപോലെ നമ്മൾ ഈ സെഷനിൽ പോകുമ്പോൾ ന്യൂ ബോൺ ബേബിനെ പോലെ തന്നെ പാരൻസും പുതിയതാണ്, ന്യൂ ബോൺ ആയിട്ടുള്ള പാരൻസും ആയിരിക്കും. അവർ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതും ഞാൻ റാപ്പ് ചെയ്യുന്നതും അവർ നോക്കി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. അവർ നോക്കിയിട്ട് അവർക്കാണ് അവരെ കൗതുകം അവരെ മുഖത്താണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ന്യൂ ബോൺ പാരൻസ് സെഷൻ ഉണ്ടാവും. നമ്മൾ പാരൻസ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പാരൻസിൻ്റെ രണ്ടുപേരെയും കയ്യിലേക്ക് നമ്മൾ ഈ ബേബിനെ കൊടുക്കും. അപ്പോൾ അവർ രണ്ടുപേരും ഈ ബേബിനെ നോക്കുന്നത് എനിക്ക് ഈ ഫ്രെയിമിലൂടെ കാണാൻ പറ്റും. അതൊരു പ്രത്യേക തരം കാഴ്ചയാണ്. അവർ അത്രയും ഒരു ഇഷ്ടത്തിൽ അത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് അവരെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരതിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു പ്രത്യേക രസമാണ് കാണാൻ. എല്ലാ ഫോട്ടോഗ്രാഫി പോലെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നടത്താൻ പറ്റാത്തൊരു ഫീൽഡാണിത്. ഞാൻ ആദ്യം ഈ ഒരു കളർ തീം ചൂസ് ചെയ്യാമെന്നൊന്നും വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. ആ ഒരു സമയത്ത് ബേബി എങ്ങനെ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ട് ഇരിക്കും നമ്മൾ എങ്ങനെ സെറ്റപ്സ് ചെയ്യുന്നു എന്നുള്ളത്. അവർ ക്രാങ്കി ആണെങ്കിൽ നമുക്ക് റാപ്പ് മാറ്റി ഔട്ട്ഫിറ്റ് ആക്കേണ്ടി വരും. അവർ നല്ല മൂഡാണെങ്കിൽ നമുക്ക് റാപ്പ് തന്നെ ചെയ്യാൻ പറ്റും. ന്യൂബോൺ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ടൈം ബേബി ജനിച്ചിട്ട് 5 to 15 days ആണ്. അതിൻ്റെ ഉള്ളിലെടുത്താൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ന്യൂബോൺ പോസസ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബേബീസ് കുറച്ച് സ്ട്രോങ് ആവാൻ തുടങ്ങും. അവരുടെ ആ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. ന്യൂബോൺ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോകുന്ന ഡേ എങ്ങനെയാണ് ബേബി എത്രത്തോളം നല്ല മൂഡിലാണോ അവരെത്രത്തോളം ഓക്കെ ആയിട്ടുള്ള ടൈമാണോ നോക്കും. മോസ്റ്റ്ലി നമ്മൾ മോർണിംഗ് ടൈമിൽ പോകാൻ നോക്കും. അവരുടെ ആ ഒരു ഓയിൽ ബാത്തൊക്കെ കഴിഞ്ഞ് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നൊരു ടൈം ഉണ്ടാവും. ആ ടൈം തന്നെ ചെയ്യാൻ നോക്കും. പിന്നെ ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെയാണ് ബേബിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്യാതെ തിരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു 3 hours to 5 hours വരെ ആയിട്ടുണ്ട്. സന്തോഷം നൽകുന്ന, എപ്പോഴും പുതുമ പകരുന്ന ഈ ജോലിയിൽ പുതിയ പരീക്ഷണങ്ങളുടെ പാതയിലാണ് റിൻഷ. അതീന്ദർ ജിത്തുവിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.